പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ആഗസ്റ്റ് 3. പ്രധാന വാർത്തകൾ. ദാഖിലിയ ഗവർണറേറ്റിൽ വാണിജ്യ സ്ഥാപനത്തിൽ മോഷണം നടത്തിയ പ്രവാസി അറസ്റ്റിൽ. ഇലക്ട്രോണിക് സ്റ്റോറിൽ നിന്നും പണം അപഹരിച്ച സംഭവത്തിലാണ് പ്രവാസിയെ പിടികൂടിയത്. ഇയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് അറിയിച്ചു. സമാന സംഭവം നേരത്തെയും പ്രദേശത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കുട്ടികൾ കൈയും തലയും പുറത്തിടുന്നത് ഒഴിവാക്കണമെന്ന് റോയൽ ഒമാൻ പോലീസിന്റെ മുന്നറിയിപ്പ്. ഇത്തരം പ്രവണതകൾ അപകടത്തിന് കാരണമാകും. യാത്രക്കിടെ ശരീരഭാഗങ്ങൾ പുറത്തിടുന്നത് നിയമലംഘനമാണെന്നും അധികൃതർ ഉണർത്തി. ഇത് ശ്രദ്ധയിൽപ്പെട്ടാൽ ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കും. വാഹനങ്ങളിലെ റൂഫുകൾ വഴി കുട്ടികൾ പുറത്തേക്ക് തലയിടുന്നത് സുരക്ഷിതമല്ലെന്നും പോലീസ് നേരത്തെ ഉണർത്തിയിരുന്നു. ചികിത്സാ ആവശ്യാർത്ഥം നാട്ടിൽ പോയ പ്രവാസി നിര്യാതനായി. കണ്ണൂർ ഇരിക്കൂർ ആയിപ്പുഴ സ്വദേശി മുഹമ്മദ് മുസ്ലിയാറാണ് മരണപ്പെട്ടത്. അർബുദത്തെ തുടർന്ന് 1 വർഷത്തിലേറെയായി നാട്ടിൽ ചികിത്സയിലായിരുന്നു. ഗാലയിൽ മൊബൈൽ ഷോപ്പ് നടത്തിവരികയായിരുന്ന മുഹമ്മദ് മുസ്ലിയാർ 8 വർഷമായി ഒമാനിൽ പ്രവാസിയായിരുന്നു. ICF ഭാരവാഹിയായിരുന്നു അദ്ദേഹം. മുഹമ്മദ് മുസ്ലിയാരുടെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാനും പ്രാർത്ഥന നിർവഹിക്കാനും ICF ഇന്റർനാഷണൽ ജനറൽ സെക്രട്ടറി നിസാർ സഖാഫി ആവശ്യപ്പെട്ടു. ടെലികോം കമ്പനി ജീവനക്കാരൻ എന്ന പേരിൽ ആൾമാറാട്ടം നടത്തി പ്രവാസികളുടെ പണം അപഹരിക്കാൻ ശ്രമിച്ച പ്രവാസികൾ അറസ്റ്റിൽ. ഫോൺ വഴി വിളിച്ച് ഇടപാടുകൾ പൂർത്തിയാക്കുന്നതിന് വിവരങ്ങൾ തേടിയായിരുന്നു തട്ടിപ്പിന് ശ്രമം. വിവരം ലഭിച്ച ദാഖിലിയ ഗവർണറേറ്റ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഏഷ്യൻ രാജ്യക്കാരായ 5 പേരെ പിടികൂടി. ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചു. നേരത്തെ സമാന രൂപത്തിൽ ഓൺലൈൻ തട്ടിപ്പുകൾ നടത്തിയ സംഘത്തെയും റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ബാങ്കിംഗ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനെന്ന പേരിൽ ഉപഭോക്താക്കളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് തട്ടിപ്പ് നടത്തിയ 4 അംഗ സംഘമാണ് കുറ്റാന്വേഷണ വിഭാഗത്തിന്റെ വലയിലായത്. വൺ ടൈം പാസ്വേഡ് അയച്ച ആളുകളെ കബളിപ്പിച്ചാണ് സംഘം പണം അപഹരിച്ചിരുന്നതെന്ന് ROP പ്രസ്താവനയിൽ പറഞ്ഞു. ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി അധികൃതർ കഴിഞ്ഞ ദിവസങ്ങളിലും മുന്നറിയിപ്പ് നൽകിയിരുന്നു. വ്യക്തിഗത വിവരങ്ങൾ, അക്കൗണ്ട് ഡീറ്റെയിൽസ് തുടങ്ങിയവ ഓൺലൈൻ വഴിയോ ഫോൺ കോളുകളിലൂടെയോ നൽകരുതെന്ന് അധികൃതർ അറിയിച്ചു. അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നാളെ മുതൽ യാത്രക്കാർ വിമാനം പുറപ്പെടുന്നതിന് 40 മിനിറ്റ് മുമ്പ് ബോർഡിംഗ് പാസ് റീഡിംഗ് പൂർത്തിയാക്കണം. പാസഞ്ചർ ബോർഡിംഗ് സിസ്റ്റം പ്രോസസ്സിംഗ് മാറ്റം വരുന്ന സാഹചര്യത്തിലാണ് ഒമാൻ എയർപോർട്ട്സ് അധികൃതരുടെ നിർദ്ദേശം. ഇതിനുശേഷം ചെക്ക് ഇൻ പോയിന്റ് വഴി വിമാനത്താവളത്തിലേക്ക് കടത്തിവിടില്ല. വിമാനങ്ങൾ കൃത്യസമയത്ത് തന്നെ പുറപ്പെടുന്നതിന് എല്ലാവരും നിർദ്ദേശം പാലിക്കണമെന്നും ഒമാൻ എയർപോർട്ട്സ് അറിയിച്ചു. വിമാനത്താവളത്തിൽ PBS മാറ്റം വരുന്നതിനാൽ യാത്രക്കാർ പതിവിലും നേരത്തെ എത്തിച്ചേരണമെന്ന് കഴിഞ്ഞ ദിവസം ഒമാൻ എയർപോർട്ട്സ് അധികൃതർ സർക്കുലറിൽ അറിയിച്ചിരുന്നു. ആഗസ്റ്റ് 4 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും അധികൃതർ അറിയിച്ചു. ഇനി മുതൽ പാസഞ്ചർ പ്രോസസ്സിംഗ് കട്ട് ഓഫ് സമയം പുറപ്പെടുന്ന സമയത്തിന് 40 മിനിറ്റ് മുമ്പായിരിക്കും. ഇത് നേരത്തെ 20 മിനിറ്റായിരുന്നു. വിമാനത്താവളത്തിലെ യാത്രക്കാരുടെ അനുഭവവും പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കമെന്ന് അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചു. ഖരീഫ് സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ബോധവൽക്കരണം വ്യാപിപ്പിച്ച് റോയൽ ഒമാൻ പോലീസ് ട്രാഫിക് വിഭാഗം. സലാലയിൽ ട്രാഫിക് ക്യാമ്പയിനും ആരംഭിച്ചിട്ടുണ്ട്. വഴികളിലുടനീളം സഞ്ചാരികൾക്ക് നിർദ്ദേശങ്ങളുമായും പോലീസ് രംഗത്തുണ്ട്. ഇത്തവണയും കുട്ടി പോലീസും ഉദ്യോഗസ്ഥർക്കൊപ്പം ലഘുലേഖയും സമ്മാനങ്ങളും വിതരണം ചെയ്ത് കൂടെയുണ്ട്. ഖരീഫ് കാലത്ത് വാഹനാപകടങ്ങൾ കുറയ്ക്കുന്നതിന് സുരക്ഷാ നടപടികൾ ROP ശക്തമാക്കിയിട്ടുണ്ട്. ഗവർണറേറ്റിൽ അപകടങ്ങൾ കുറയ്ക്കാൻ സഞ്ചാരികൾക്ക് ട്രാഫിക് ബോധവൽക്കരണത്തിനൊപ്പം നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശങ്ങളുമായി മുഴുവൻ സമയവും രംഗത്തുണ്ട്. ഖരീഫ് ആസ്വദിക്കാനും സലാല ടൂറിസം ഫെസ്റ്റിവലിനും എത്തുന്ന സഞ്ചാരികൾക്കും ടൂറിസ്റ്റുകൾക്കുമായാണ് ബോധവൽക്കരണം. വിവിധ വകുപ്പുകളുമായി ചേർന്നാണ് റോയൽ ഒമാൻ പോലീസ് നടപടികൾ സ്വീകരിക്കുന്നത്. അപകടത്തിന് കാരണമാകുന്ന അമിത വേഗത, അശ്രദ്ധ തുടങ്ങി ഡ്രൈവർമാരും യാത്രക്കാരും ആവർത്തിക്കുന്ന നിരവധി പ്രവൃത്തികൾ ഒഴിവാക്കുന്നതിന് ബോധവൽക്കരിക്കുകയാണ് അധികൃതർ ചെയ്യുന്നത്. ട്രാഫിക് നിയമലംഘകർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പോസ്റ്റൽ പാഴ്സലായി എത്തിയ മയക്കുമരുന്ന് വീണ്ടും പിടിച്ചെടുത്ത് ഒമാൻ കസ്റ്റംസ് വിഭാഗം. സമ്മാനപ്പൊതി രൂപത്തിൽ പാക്ക് ചെയ്ത പാഴ്സൽ സ്കാൻ ചെയ്തപ്പോഴാണ് മയക്കുമരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. വിശദ പരിശോധനയ്ക്കായി തുറന്നപ്പോഴാണ് 2 ബോക്സുകളിലായി സൂക്ഷിച്ച മരിജ്വാന മയക്കുമരുന്ന് കണ്ടെടുത്തത്. ഇവ 1.5 കിലോഗ്രാം ഉണ്ടായിരുന്നെന്നും പ്രതിക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു. നേരത്തെയും നിരവധി തവണ സമാന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു.
ഗുളിക രൂപത്തിലാക്കി ക്രിസ്റ്റൽ മെത്ത് മയക്കുമരുന്ന് പോസ്റ്റൽ പാഴ്സൽ അയക്കാനുള്ള ശ്രമം അടുത്തിടെ പിടികൂടിയിരുന്നു. ഒമാൻ കസ്റ്റംസ് വിഭാഗത്തിൻ്റെ പരിശോധനയിലാണ് ക്യാപ്സ്യൂളുകളാക്കിയുള്ള മയക്കുമരുന്ന് കണ്ടെടുത്തത്. അതിനു മുമ്പും വിവിധ രൂപത്തിലായി പോസ്റ്റൽ പാഴ്സൽ വഴി മയക്കുമരുന്ന് കടത്താനുള്ള ശ്രമം ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസ് വിഭാഗം പിടിച്ചെടുത്തിരുന്നു. സമാന സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ കസ്റ്റംസ് അധികൃതർ പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. മയക്കുമരുന്ന് രാജ്യത്തെത്തുന്നത് തടയുകയെന്ന ലക്ഷ്യത്തിൽ സൂക്ഷ്മ പരിശോധനയും പ്രതികൾക്കെതിരെ കർശന നടപടികളും അധികൃതർ സ്വീകരിച്ചു വരുന്നുണ്ട്. UAE പ്രഖ്യാപിച്ച പൊതുമാപ്പ് ആയിരങ്ങൾക്ക് ആശ്വാസമാകും. താമസ വിസ കാലാവധി കഴിഞ്ഞിട്ടും UAEയിൽ തുടരുന്നവർ ധാരാളമാണ്. സെപ്റ്റംബർ 1 മുതൽ 2 മാസത്തേക്കാണ് പൊതുമാപ്പ്. അനധികൃത താമസക്കാർ വിസ ശരിപ്പെടുത്തുകയോ രാജ്യം വിടുകയോ വേണം. പദവി ക്രമപ്പെടുത്താൻ 2 മാസത്തെ ഗ്രേസ് പീരീഡ് എന്നാണ് പ്രഖ്യാപനം. ഈ കാലയളവിൽ നിയമലംഘകർക്ക് വിസ ക്രമപ്പെടുത്താനോ പിഴ ഈടാക്കാതെ രാജ്യം വിടാനോ സാധിക്കും. UAE നിയമമനുസരിച്ച് വിസ കാലാപരിധി കഴിഞ്ഞുള്ള താമസക്കാരിൽ നിന്ന് പ്രതിദിനം 50 ദിർഹം എന്ന കണക്കിന് പിഴ ഈടാക്കാറുണ്ട്. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയാണ് പിഴ ചുമത്തുന്നത്. താമസ വിസ കാലാവധി കഴിഞ്ഞവരും സന്ദർശക വിസയിലെത്തി അധികം നാൾ രാജ്യത്ത് കഴിഞ്ഞുകൂടുന്നവരും പിഴ അടയ്ക്കേണ്ടതുണ്ട്. പൊതുമാപ്പ് കാലയളവിൽ ഇത് വേണ്ട. ഓരോ മാസവും വിസ കാലാവധി കഴിഞ്ഞ 100 കണക്കിന് ആളുകളാണ് അനധികൃത താമസക്കാരായി മാറുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അധികാരികളെ സമീപിക്കാൻ പലപ്പോഴും ആളുകൾ ഭയപ്പെടുന്നതായി അധികൃതർ ചൂണ്ടിക്കാട്ടി. നിയമലംഘകർക്ക് അധികാരികളെ സമീപിച്ച് പിഴയടച്ച് രാജ്യം വിടുന്നതിന് യാതൊരു തടസ്സവുമില്ല. അല്ലെങ്കിൽ പുതിയ റെസിഡൻസി പെർമിറ്റ് നേടി വിസ ക്രമപ്പെടുത്താം. തിങ്കളാഴ്ച മുതൽ ഒമാനിൽ കനത്ത മഴയ്ക്കും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ്. ആഗസ്റ്റ് 7 വരെ ശക്തമായ കാറ്റിൻ്റെയും ഇടിമിന്നലിൻ്റെയും അകമ്പടിയോടെ മഴ തുടരും. മിക്ക വടക്കൻ ഗവർണറേറ്റുകളിലും അന്തരീക്ഷം മേഘാവൃതമായിരിക്കുമെന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ അസ്ഥിര കാലാവസ്ഥ തുടരുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കി. അതേസമയം ന്യൂനമർദ്ദത്തിൻ്റെ ഭാഗമായി രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ ഭാഗികമായി മഴ തുടരുകയാണ്. തലസ്ഥാനം ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ പകലിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നുവെങ്കിലും മഴ കനിഞ്ഞില്ല. താപനില നേരിയ തോതിൽ താഴുകയും ചെയ്തതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ടിൽ പറയുന്നു. നിസ്വ, സലാല, ജബൽ അക്തർ, അവാബി, വാദി ഒമാൻ, യങ്കൽ, മുദൈബി, സീബ്, താല, മിർബാത്ത്, ബഹ്ല, ഇബ്രി എന്നിവിടങ്ങളിലാണ് ഭേദപ്പെട്ട മഴ ലഭിച്ചത്. ബുധനാഴ്ച രാവിലെയോടെ തന്നെ വിവിധയിടങ്ങളിൽ മഴ പെയ്തു തുടങ്ങിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് മഴ കരുത്താർജിച്ചത്. വരും ദിവസങ്ങളിൽ തെക്കൻ ഷർക്കിയ, അൽവുസ്ത, ദോഫർ, ദാഹിറ ഗവർണറേറ്റുകളിലായിരിക്കും കൂടുതൽ മഴ ലഭിക്കുക. മഴ ശക്തമായാൽ വാദികൾ നിറഞ്ഞൊഴുകുകയും വെള്ളക്കെട്ടുണ്ടാവുകയും ചെയ്യുമെന്നും അധികൃതർ പറയുന്നു. മറ്റു ഗവർണറേറ്റുകളിൽ ഭാഗിക മേഘാവൃതമായിരിക്കും. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട്. ഒമാൻ കടലിൻ്റെ തീരങ്ങളിൽ തിരമാലകൾ ഉയർന്നേക്കുമെന്നും എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും വാദികൾ മുറിച്ചു കടക്കാൻ ശ്രമിക്കരുതെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി അഭ്യർത്ഥിച്ചു. 3 ആഴ്ചകളിലായി 3 ലക്ഷത്തിൽ പരം സന്ദർശകരെത്തിയ അജ്വ അൽ അഷ്കറ ഉത്സവരാവുകൾ കരങ്ങൊഴിഞ്ഞപ്പോൾ കയ്യടി നേടി നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾ. ഉത്സവ നാളുകളിൽ വ്യത്യസ്ത പരിപാടികൾ അരങ്ങേറിയ വിവിധ വേദികളും പരിസരങ്ങളും വൃത്തിയായി സൂക്ഷിക്കുകയും ഫെസ്റ്റിവലിന് കൊടിയിറങ്ങി നിമിഷങ്ങൾക്കകം തന്നെ പ്രദേശമാകെ മാലിന്യമുക്തമാക്കുകയും ചെയ്തതാണ് ഇവർ മാതൃക തീർത്തത്. തൊഴിലാളികളും നഗരസഭാധികൃതരും ഒരുമിച്ച് ചേർന്ന് നിന്ന് അറബിയിൽ അജ്വ അൽ അഷ്കറ എന്നെഴുതിയതും ഏറെ കൗതുകകരമായി. അൽ അഷ്കറ തീരത്തരങ്ങേറിയ അജ്വ അൽ അഷ്കറ ഫോറത്തിന് ഇത്തവണ 21 ദിവസങ്ങളിലായി 3,20,000-ൽ പരം സന്ദർശകർ എത്തിയതായി ഷർക്കിയ ഗവർണറേറ്റ് അധികൃതർ അറിയിച്ചു. അവസാന ദിനങ്ങളിൽ വേറിട്ട വിനോദ പരിപാടികളും പ്രദർശനങ്ങളും മത്സരങ്ങളും അരങ്ങേറി. കൈനിറയെ സമ്മാനങ്ങളും മനം നിറയെ മധുരിക്കും ഓർമ്മകളുമായാണ് സന്ദർശകർ മടങ്ങിയത്. ജലാൻ ബനി ബു അലി വിലായത്തിലെ അഷ്കറ പ്രദേശത്ത് അരങ്ങേറിയ 2ാമത് എഡിഷൻ അജ്വ അൽ അഷ്കറ ഫോറത്തിന് ജൂലൈ 10-നാണ് കൊടിയേറിയത്. പ്രദേശത്തെ വിവിധ വേദികളിലായി പൈതൃകം, വിനോദം, വിനോദസഞ്ചാരം, സംസ്കാരം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത പരിപാടികൾ അരങ്ങേറി. കഴിഞ്ഞ ദിവസം ഒരുക്കിയ കരിമരുന്ന് പ്രയോഗം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. വിദേശികളെ കൂടി പങ്കാളികളാക്കിയുള്ള വിവിധ കായിക മത്സരങ്ങളും ഈ വർഷത്തെ ഫെസ്റ്റിവലിൻ്റെ പ്രത്യേകതയായിരുന്നു. ക്രിക്കറ്റ്, ഫുട്ബോൾ, വിവിധ ബീച്ച് മത്സരങ്ങൾ തുടങ്ങിയവയും അരങ്ങേറി. സമാപന ദിവസമായ ഇന്നലെ വ്യത്യസ്ത വിനോദാസ്വാദന പരിപാടികൾ ഒരുക്കിയിരുന്നു. ഇനി അടുത്ത വർഷത്തെ ഉത്സവരാവുകൾക്കായി കാത്തിരിപ്പിലാകും രാജ്യം. പാരീസ് ഒളിമ്പിക്സിൽ ഒമാന്റെ വനിതാ സ്പ്രിന്റർ മസൂൺ ബിൻത്ത് ഖൽഫാൻ അൽ അലവി 100 മീറ്ററിൽ ആദ്യഘട്ടത്തിൽ ഫിനിഷ് ചെയ്തത് 7ാം സ്ഥാനത്ത്. ഇന്നലെ നടന്ന മത്സരത്തിൽ താരം ആദ്യഘട്ടത്തിൽ മികച്ചു നിന്നെങ്കിലും അവസാന ട്രാപ്പിൽ പിന്നിലായി. ഒളിമ്പിക്സിന് തുടർച്ചയായ 3ാം തവണയാണ് ഒമാന്റെ ഏക വനിതാ പ്രതിനിധിയായ 27 വയസ്സുകാരി മസൂൺ ബിൻ ഖൽഫാൻ അൽ അലവി പാരീസിലെത്തിയത്. ഒളിമ്പിക്സിൽ ഒമാന്റെ മറ്റൊരു താരമായ അലി ബിൻ അൻവർ
അൻവർ അൽ ബലൂഷി 100 മീറ്ററിൽ ഇന്ന് ആദ്യ റൗണ്ട് മത്സരത്തിനിറങ്ങും. ലോക റാങ്കിംഗ് അടിസ്ഥാനത്തിൽ ഒളിമ്പിക്സിലേക്ക് നേരിട്ട് യോഗ്യത നേടിയ ഏക ഒമാൻ താരമാണ് 22-കാരനായ അലി അൽ ബലൂഷി. 2016 റിയോ ഒളിമ്പിക് ഗെയിംസിലും 2020 ടോക്കിയോ ഗെയിംസിലും താരം പങ്കെടുത്തിരുന്നു. 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് ഗെയിംസിലെ ചരിത്രപരമായ പങ്കാളിത്തം മുതൽ ഒമാൻ 11ാം തവണയാണ് ലോക കളിയാട്ട ഭൂമിയിൽ പങ്കെടുക്കുന്നത്. ഒളിമ്പിക്സിൽ 1988 സിയോൾ ഒളിമ്പിക്സിൽ സ്പ്രിന്റർ മുഹമ്മദ് അൽ മാലിക്കി 400 മീറ്ററിൽ സെമിയിലെത്തിയതാണ് ഒമാൻ്റെ ശ്രദ്ധേയ നേട്ടം. സെമിയിൽ ഇദ്ദേഹം 8ാം സ്ഥാനത്തായിരുന്നു ഫിനിഷ് ചെയ്തത്. ഒളിമ്പിക്സിൽ 4 അത്ലറ്റുകളാണ് ഒമാനെ പ്രതിനിധീകരിക്കുന്നത്. ഈസ അൽ അദാവി, സയ്യിദ് അൽ ഖാത്തിരി എന്നിവരാണ് സുൽത്താനേറ്റിനെ പ്രതിനിധീകരിക്കുന്ന മറ്റു 2 പേർ. താരങ്ങൾക്ക് വിജയാശംസകൾ നേരുകയാണ് സുൽത്താനേറ്റ്. വേനൽക്കാലത്തെ വെന്തുരുകുന്ന ചൂടിൽ നിന്ന് തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനുള്ള മധ്യാഹ്ന വിശ്രമ നിയമം കർശനമായി പാലിക്കണമെന്ന് കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകി തൊഴിൽ മന്ത്രാലയം. ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വ്യാപക പരിശോധന നടത്തും. ഉച്ചസമയങ്ങളിൽ പുറത്ത് ജോലി ചെയ്യിക്കരുത്. ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകിട്ട് 3:30 വരെയാണ് വിശ്രമം അനുവദിക്കേണ്ടത്. നിർമ്മാണ സൈറ്റുകളിൽ തുറന്ന പ്രദേശങ്ങളിലുമാണ് നിയമം ബാധകമാകുക. AC-യുള്ള വിശ്രമ കേന്ദ്രങ്ങൾ, ശാരീരികമായി ചെയ്യേണ്ട ജോലികൾ ചൂട് കുറഞ്ഞ സമയത്തേക്ക് പുനഃക്രമീകരിക്കൽ, 45 മിനിറ്റ് ജോലി ചെയ്താൽ 15 മിനിറ്റ് വിശ്രമം അനുവദിക്കുക അടക്കമുള്ള ബദൽ സംവിധാനങ്ങൾ ഒരുക്കാനും നിർദ്ദേശിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.